എന്താ ഈ ശബ്ദത്തിന്റെ പ്രത്യേകത? ഇത് തകർന്നു പോയവനും പ്രതീക്ഷ അറ്റുപോയവനും ഇനി മുന്നോട്ട് പോകാൻ സാധ്യതകളോ വഴികളോ ഇല്ലാത്തവന് ആശ്വാസത്തിന്റെ ശബ്ദമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു, ഇനിയൊരു സാധ്യത നമുക്കില്ല എന്നാണ് ആരാനും പറയുന്നതെങ്കിൽ, ഇന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഈ ദൈവവചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഞാൻ പറയാൻ പറയുന്നു, മാനസാന്തരപ്പെടുക എന്നുള്ള ശബ്ദം മാത്രമല്ല, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് ദൈവത്തിന്റെ ശബ്ദം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ മരിച്ച് 4 ദിവസമായി കഴിഞ്ഞ ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു ഉറക്കെ വിളിക്കുന്ന ഒരു ശബ്ദമാണ് നമുക്ക് ഇവിടെ കേൾക്കാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഇനി സാധ്യതയില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് യേശു ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്, ലാസറെ പുറത്തു വരിക. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ട് ദൈവം അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ചില തകർന്ന ജീവിതങ്ങൾക്ക്, മുറിവേറ്റ ജീവിതങ്ങൾക്ക്, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ ഒരു ദൈവശബ്ദം ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.